ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു SP ഗ്രാൻഡേസ്. നിങ്ങളോടൊപ്പം ഉള്ളത് ഷെഫ് രാജേഷ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് ഒരു പ്രോണും സ്ക്വിഡും, അതായത് കൊഞ്ചും കണവയും കൂടി ചേർത്തിട്ടുള്ള ഒരു തോരനാണ്. കൊഞ്ച് ആൻഡ് കണവ തോരൻ, അല്ലെങ്കിൽ പ്രോൺസ് ആൻഡ് സ്ക്വിഡ് തോരൻ. ഇതിൻ്റെ തോരൻ എല്ലാവർക്കും അറിയാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള, ഇതിലും ഒരു ചെറിയൊരു വ്യത്യാസങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. എന്നിരുന്നാലും നമുക്ക് ഒരു നല്ല രീതിയിൽ നമുക്കൊരു ലെസ് സ്പൈസി ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, ഒരു സീ ഫുഡ് പ്രിപ്പറേഷൻ നമുക്ക് ഇതിനകത്ത് ഈ പ്രോൺസ് ആൻഡ് സ്ക്വിഡിനകത്ത് ചെയ്യാൻ പറ്റും. അതാണ് ഇത് തോരനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കണവ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുപോലെ പ്രോൺസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ചെറിയ ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തത്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയും ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, പച്ചമുളകും കൊത്തിയരിഞ്ഞത്, മഞ്ഞപ്പൊടി, പിന്നെ റെഡ് ചില്ലി കുറച്ച് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അല്ല, ചില്ലി പൗഡർ ചെയ്യുന്നത് യൂസ് ചെയ്യുന്നില്ല. ദെൻ സോൾട്ട്, ലൈം ജ്യൂസ്, ഓയിൽ, കോക്കനട്ട് ഓയിൽ. ഇൻഗ്രീഡിയൻസ് പരിചയപ്പെട്ടു. ഇനി എൻ്റെ പ്രിപ്പറേഷൻ. പാൻ ചൂടാക്കി ഇതിലേക്ക് നമ്മൾ ഓയിൽ, കോക്കനട്ട് ഓയിൽ, എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് പൊട്ടറ്റോ, പറഞ്ഞത് പൊട്ടറ്റോ ഞാൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് പൊട്ടറ്റോ ഒന്ന് വളരെ തിന്നായിട്ടൊന്ന് കട്ട് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക്, ഒരു ടീസ്പൂൺ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്യും. ഗാർലിക്, വെളുത്തുള്ളി, ഒരു ടീസ്പൂൺ ഇഞ്ചി, ജിഞ്ചർ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തതാണ്, 2 ടീസ്പൂൺ ചോപ്പ് ചെയ്ത ഇഞ്ചി, ചോപ്ഡ് ഗ്രീൻ ചില്ലി അതുപോലെ 2 ടീസ്പൂൺ, കുറച്ച് കറി ലീവ്സ് ചോപ്പ് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന പൊട്ടറ്റോ. ഇതിലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമുക്കൊരു കുറച്ച് പ്രോൺസും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടും. ഇത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഇതിൽ ഞാൻ കുറച്ച് വെള്ളം, ഓണിയനും പൊട്ടറ്റോയും ഒന്ന് ഹാഫ് ഡൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സ്ക്വിഡും പ്രോൺസും ആഡ് ചെയ്യാം. സ്ക്വിഡ് പ്രോൺസ് വിനിഗർ ഉപ്പിലും ഇട്ട് വാഷ് ചെയ്ത്, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വാഷ് ചെയ്തതാണ്. പ്രോൺസും സ്ക്വിഡും അധികം സമയം വേണ്ട നമുക്ക് വേവിക്കാൻ. എന്നാലും ഞാനൊന്ന് ലൈറ്റായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. സ്ക്വിഡും പ്രോൺസും ഏകദേശം ആയിട്ടുണ്ടാവും. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ, ഇതിൽ നമുക്കിനി ഉലുവാപ്പൊടി ആഡ് ചെയ്യാറുണ്ട്. ഉലുവാപ്പൊടി, അതുപോലെ ക്രഷ് പെപ്പർ, ക്രഷ് റെഡ് ചില്ലി ക്രഷ് ചെയ്തത് ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കും. സ്ക്വിഡ് ആൻഡ് പ്രോൺസ് തോരൻ ഫിനിഷ് ആയിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്, ടേസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് ലൈം ജ്യൂസ്, നമ്മൾ ക്വാണ്ടി പ്രിപ്പറേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ യൂറോപ്യൻ പ്രിപ്പറേഷൻ ആണെങ്കിൽ ലൈം ജ്യൂസ് വേണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ അത് ഈ കൊടംപുളിയോ വാളംപുളിയോ ചേർക്കാത്തതുകൊണ്ട് ഫ്രഷ് കോക്കനട്ട് ഓയിൽ ഒന്ന് മിക്സ് ചെയ്യാം. കണവ ആൻഡ് കൊഞ്ച് തോരൻ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലോട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. മാറ്റാം. കളർഫുൾ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ്. ഈ ഡിഷ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇതിൽ 1-2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പം SP ഗ്രാൻഡേസിൻ്റെ സ്പെഷ്യൽ ഡിഷായ പ്രോൺസ് ആൻഡ് സ്ക്വിഡ് തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഏവരും ഒന്ന് ട്രൈ ചെയ്യണം. എൻജോയ് കുക്കിംഗ്.